ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITU നേതാവായിരുന്ന മൺമറഞ്ഞ സുധീഷിന്റെ 22ാം അനുസ്മരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സുധീഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുജിത അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി നാരായണൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗം OC ശിവൻ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ്, V ലക്ഷ്മണൻ, കാസിം മാസ്റ്റർ, സോണിരാജ്, PV രാജൻ, V സ്വാമിനാഥൻ, KB പ്രശോഭ്, TC ബാബു, AR രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. രാത്രി നടന്ന കലാമത്സരങ്ങളുടെ സമാപനവും സമ്മാന വിതരണവും ലോക്കൽ കമ്മിറ്റി അംഗം V ലക്ഷ്മണൻ നിർവഹിച്ചു. DYFI നേതാക്കളായ വിപിൻ കോങ്ങാട് ലോക്കൽ കമ്മിറ്റി മെമ്പർ സുന്ദരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സുധീഷിന്റെ സ്മരണയ്ക്കായി നടത്തിയ കൈകൊട്ടിക്കളി മത്സരത്തിൽ നടനം നാമ്പുള്ളിപ്പുര, ആദിത്യ പൂതനൂർ, രുദ്ര വടശ്ശേരി എന്നീ ടീമുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. 12 ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ കൂട്ടുപാത യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. മുണ്ടൂരിലെ KC ബാലകൃഷ്ണൻ പാലിയേറ്റീവ് കെയറിലെ അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി. നാലാമത്തെയാണിപ്പോൾ കേരളം. ആ 3 സംസ്ഥാനങ്ങളിലും BJP നടന്ന വഴിയിൽ നിന്ന് ഒരണു മാറ്റമില്ലാതെയാണ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. വയലാറിന്റെ ഒരു കവിതയിൽ പറഞ്ഞതുപോലെ താടക ദ്രാവിഡ രാജകുമാരി എന്നുള്ളൊരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രീരാമൻ ആദ്യമായിട്ട് താടക കാണുന്നത് സംബന്ധിച്ച്. ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപിനെ. ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ എന്നാണ് പറയുന്നത്. ഭാർഗവരാമൻ എന്ന് പറയുന്നത് പരശുരാമനാണ്. ആ കവിതയുടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, വിശ്വമാതൃത്വത്തെ വേദമൊഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ചയാൾ. അതാണ് അദ്ദേഹത്തിനുള്ള വിശേഷണം. വിശ്വമാതൃത്വത്തിനെ വേദമൊഴുകൊണ്ട് വെട്ടി പുരോഹിതരുടെ പാദത്തിൽ വെച്ചു. ആ ഭാർഗവരാമൻ തെളിച്ച സഞ്ചാരവീതിയിലാണ് ശ്രീരാമനെ കണ്ടത്. ഏതാണ്ട് അതുപോലെ നരേന്ദ്രമോദി നയിക്കുന്ന അദ്ദേഹം തെളിച്ച സഞ്ചാരവീതിയിലേക്കാണോ കേരളം പോകുന്നത്? അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ ഒരേ ഒരു മതനിരപേക്ഷ നാടുപോലും ഇല്ലാതായി പോകുമെന്ന ആപത്തിന്റെ സൂചനയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് അവസാനിപ്പിക്കുമ്പോണ്ടാവുന്ന ആപത്ത് സൂചനകൾ ആണ് ഞങ്ങൾ പറയുന്നത്. ഇടതുപക്ഷം വന്നത് എല്ലാ കാലത്തും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. ആത്യന്തികമായി പഞ്ചായത്ത്, നിയമസഭ, പാർലമെന്റ് അധികാരങ്ങളല്ല ഇടതുപക്ഷം വന്നത് പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്ന പോരാട്ടങ്ങളാണ്, നിരന്തരമായ സമരങ്ങളാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്കൊപ്പം നമ്മളുണ്ടാവും.